2014-15 മുതൽ 2019 വരെയുള്ള സ്റ്റൈൽ ട്രെൻഡ് ആയിരുന്നു സ്കിന്നി ഫിറ്റ്. ഭയങ്കര സ്കിന്നി ആയിട്ടും ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ആയിരുന്നു ഒട്ടുമിക്കവരും ഇട്ടിരുന്നത്. 2019 ആയപ്പോൾ കൊറോണ വന്ന ആൾക്കാർ കുറച്ചുകൂടെ ഫ്രീ ആയി, കുറച്ചുകൂടെ ബാഗി ആയിട്ടുള്ള ഓവർ സൈസ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഉള്ള ട്രെൻഡിലോട്ട് മാറി. ഇപ്പൊ 2024-25 ആയപ്പോൾ പുതിയൊരു ഫാഷൻ ട്രെൻഡിലെ ഷിഫ്റ്റ് വന്നേക്കാണ്. സോ അത് ഏതൊക്കെയാണെന്ന് അറിയണമെങ്കിൽ വീഡിയോ ഫുള്ള് കാണാം. ഓൾസോ വീഡിയോ എൻഡിൽ രണ്ട് അനൗൺസ്മെന്റ്, രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനൗൺസ്മെന്റ് പറയാനുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള അനൗൺസ്മെന്റ് തന്നെയാണ്. സോ ഇന്ന് വീഡിയോ ഫുള്ള് കാണുക. വീഡിയോ ഇൻട്രസ്റ്റ് ആണ് നിങ്ങൾക്ക് വീഡിയോ എടുക്കാം. ഫസ്റ്റ് വൺ, സ്ലോ ഫാഷൻ. ഇത്രയും നാളും ഫാസ്റ്റ് ഫാഷൻ തന്നെ, അതായത് കൊറോണയ്ക്ക് ശേഷം ഫാസ്റ്റ് ഫാഷൻ തന്നെ. അതായത് പെട്ടെന്ന് ഓരോരോ ട്രെൻഡ് വന്ന് പെട്ടെന്ന് ഓരോരോ സ്റ്റൈൽ വന്ന് പെട്ടെന്ന് പോകും. ആൻഡ് ബ്രാൻഡ്സും ആ രീതിയിലാണ് മാസ് പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ടിരുന്നത്. ഓൾസോ ക്വാളിറ്റി വൈസ് അധികം ക്വാളിറ്റി ഒന്നും കാണാത്ത പ്രോഡക്റ്റ്സ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് നടക്കുന്നത്. ആൾക്കാർ ഈ ഫാസ്റ്റ് ഫാഷനൊക്കെ വിട്ടിട്ട് സ്ലോ ഫാഷനിലോട്ട് പോയി എവർഗ്രീൻ ആയിട്ടുള്ള ലാസ്റ്റിംഗ് ആയിട്ടുള്ള ക്വാളിറ്റി പീസുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഒരു എക്കോ ഫ്രണ്ട്ലി രീതിയിലോട്ട് ആൾക്കാർ മാറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഫാഷൻ എന്ന രീതിയിൽ പോവുകയാണ്. അതായത് ബോറിങ്ങും അല്ല, പക്ഷേ മിനിമലിസ്റ്റിക് ആണ്, സ്റ്റൈലിഷും ആണ്. കണ്ട ഒരു മെനയുണ്ട്. ഓവറായിട്ട് ഭയങ്കര ഫ്ലാഷി ആവാത്ത കുറേ ക്ലോത്തിങ് പീസസ് ഉണ്ട്. അതായത് പോളോസ്, ട്രൗസേഴ്സ്, ചീനോസ്, അങ്ങനത്തെ രീതിയിലുള്ള ഐറ്റംസുകളുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് പറയാം. സോ അങ്ങനത്തെ ഒരു ട്രെൻഡിലോട്ടാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി ഫിറ്റിംഗ് നോക്കുവാണെങ്കിൽ സ്കിന്നി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ബാഗി ആയി, പിന്നെ ഓവർ സൈസ് ഭയങ്കര ബാഗി ആയി. ഇപ്പം നേരെ തിരിച്ചുള്ളൊരു ട്രെൻഡിലോട്ട് വന്നേക്കണം. അതായത് സ്കിന്നി അല്ല, ബാഗി അല്ല, പക്ഷെ നേരെ തിരിച്ച് വെൽ ഫിറ്റഡ് ആയിട്ടുള്ള കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് മൂവ്മെന്റ് തരുന്ന രീതിയിലുള്ള ഫിറ്റിംഗ്. എന്ന് വെച്ചാൽ ഭയങ്കര ബാഗി ആണെന്ന് തോന്നിപ്പിക്കത്തില്ല. അതായത് നിങ്ങൾക്ക് വെൽ ഫിറ്റഡ് ആയിട്ടുള്ള ഹഗ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഫിറ്റിംഗ്. ഇതിന് നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് സ്ട്രെയിറ്റ് ഫിറ്റ്, രണ്ടാമത്തെ റിലാക്സ് ഫിറ്റ്, മൂന്നാമത്തെ റെഗുലർ ഫിറ്റ്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് നോക്കുവാണെങ്കിൽ സ്ട്രെയിറ്റ് ഫിറ്റ് ആണ് ഏറ്റവും ബെസ്റ്റ്. നല്ല രീതിയിൽ വെൽ ഫിറ്റഡ് ആയിട്ടുള്ള ക്ലോത്തിങ് എന്ന രീതിയിൽ നിൽക്കുകയും ചെയ്യും. കുറച്ച് ട്രെൻഡി ആയിട്ട്, കുറച്ച് എന്താ പറയുക, എസ്തെറ്റിക് ആയിട്ട് കാണിക്കുകയും ചെയ്യും. സോ സ്ട്രെയിറ്റ് ഫിറ്റ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ റിലാക്സ് ഫിറ്റും റെഗുലർ ഫിറ്റും ട്രൈ ചെയ്യാം. ഇനി ഫാഷൻ പീസുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ചൂസ് ചെയ്യാൻ പറ്റിയത് റോ ഡാനം. റോ ഡാനം എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ഡാർക്ക് വാഷ്ഡ് ആയിട്ടുള്ള നേവി കളറിലുള്ള ഡെനംസ് ചൂസ് ചെയ്യാം. ഒരു തരത്തിലുള്ള ഷെയ്ഡ്സോ ഒന്നും ഇല്ലാത്ത ജീൻസുകൾ. ഈ ഷെയ്ഡ്സിന്റെ കളേഴ്സ് ലൈറ്റ് ആവും തോറും കാഷ്വൽ ആവുകയാണ് നടത്തും. കുറച്ചുകൂടെ ഡാർക്കർ ടോൺ ആയിട്ടുള്ള ജീൻസ് ആണ് കുറച്ചുകൂടെ ഫോമൽ ആയിട്ടുള്ള രീതിയിൽ കാണുന്നത്. സോ ഡാർക്ക് വാഷ് ആയിട്ടുള്ള ജീൻസ് ആണ് ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന. ലൈറ്റ് വാഷ് നിങ്ങൾക്ക് കുറച്ചുകൂടെ കാഷ്വൽ ആയിട്ടുള്ള ലുക്കിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സോ ഡെനം ഇസ് ഓൾസോ എ ഗ്രേറ്റ് ഓപ്ഷൻ. അടുത്തത് സ്മാർട്ട് കാഷ്വൽ. കൂട്ടത്തിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വേ ഓഫ് സ്റ്റൈലിംഗ് ആണ് ഇത്. കണ്ടാൽ ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നുന്നില്ല, പക്ഷെ ഓവർ ഡ്രസ്സോ ആയിരിക്കില്ല. വേണമെങ്കിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പോളോ, ഒരു ചീനോസ് ടക്കിൻ ചെയ്തിട്ട് ഒരു വൈറ്റ് സ്നീക്കേഴ്സ് ആയിട്ട് കമ്പൈൻ ചെയ്താൽ അത് സ്മാർട്ട് കാഷ്വൽ തന്നെയാണ്. അതായത് ഒരു ബിസിനസ് കാഷ്വൽ രീതിയിലുള്ള ലുക്കായിട്ട് വരും. ആൻഡ് ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സിംഗ് അല്ല, സിമ്പിളായിട്ട് കീപ്പ് ചെയ്യും, പക്ഷെ എന്നാൽ ബോറിങ്ങും അല്ല. നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റൈൽ തന്നെയാണ്. കണ്ടാൽ ആരായാലും നോക്കും. ആ രീതിയിലുള്ള ഒരു ക്ലാസി ജെന്റിൽമാൻ രീതിയിലുള്ള സ്റ്റൈൽ, എന്നാൽ ഫ്ലാഷിയും അല്ല. ഇതിന്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ടൈലറിങ് പക്ക വെൽ ഫിറ്റഡ് ആയിട്ടുള്ള ടൈലറിങ് ആയിരിക്കണം. അതായത് ടൈറ്റ് ആവാനും പാടില്ല, ഓവർ ബാഗി ആവാനും പാടില്ല. സോ നിങ്ങൾ ആ ഒരു ടൈലറിങ് പക്ക ആക്കി കഴിഞ്ഞാൽ ഈവൻ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല ഫിസിക് ഉണ്ടെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും. അടുത്തത് ഹൈ വേസ്റ്റഡ് ട്രൗസർ. ദിസ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫൈനസ്റ്റ് പീസ്. എനിക്ക് കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പീസ് തന്നെയാണ്. ആൻഡ് ഞാൻ ഇച്ചിരി ചബ്ബിയായിട്ടുള്ള ആളായതുകൊണ്ട് എനിക്കൊരു ഐറ്റം ട്രൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഇച്ചിരി അത്യാവശ്യം നല്ല ഫിസിക്കുള്ള ഒരാളാണ്, അല്ലെങ്കിൽ കുറച്ച് സ്ലിം ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു പീസ് തന്നെയാണ്. ഇപ്പം നിങ്ങൾ സ്മാർട്ട് കാഷ്വൽ ലുക്ക് നോക്കുവാണെങ്കിൽ, ഈവൻ സെമി ഫോമൽ ആണെങ്കിലും ഫോമൽ ലുക്ക് ആണെങ്കിലും നിങ്ങൾക്ക് ഒരേ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ്. ഇപ്പോൾ കൂടുതലും ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഗൂർഖ ടൈപ്പ് പാൻസ് ആണ്, അതും ഹൈ വേസ്റ്റഡ് ട്രൗസേഴ്സ് ആണ്. സോ നിങ്ങൾക്ക് ചൂസ് ചെയ്യണമെങ്കിൽ ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലോസ് റിലേറ്റീവിന്റെ വെഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോമലോ സെമി ഫോമൽ ആണ് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള ബോട്ടം വെയർ ആണ് ഹൈ വേസ്റ്റഡ് ട്രൗസേഴ്സ് അല്ലെങ്കിൽ ഗൂർഖ പാൻസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഇത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുന്ന നീളം കുറവുള്ളവർക്കായിരിക്കും. കാരണം ഹൈ വേസ്റ്റ് ട്രൗസേഴ്സ് ആകുമ്പോൾ നിങ്ങളുടെ ലെഗ്സിന് കുറച്ചുകൂടെ നീളമുള്ളതാണ് കാണിക്കുക. ആ എലോങ്ങേറ്റഡ് ലുക്ക് പ്രൊവൈഡ് ചെയ്യും. അടുത്തത് പോളോസ്, കോട്ടസിപ്സ് ആൻഡ് കാർഡിഗൻസ്. കുറച്ച് നാൾ മുമ്പാണ് ഈ ഓൾഡ് മണി സ്റ്റൈലൊക്കെ വന്നതിന് ശേഷമാണ് ഈ പോളോസ് ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആയത്. ഞാൻ പറഞ്ഞ പോലെ ഒരു സ്ലോ ഫാഷൻ രീതിയിലുള്ള സ്റ്റൈലാണ് ഇപ്പോൾ ഒട്ടുമിക്കവരും നോക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം വൺ ഓഫ് ദി എവർഗ്രീൻ ആയിട്ടുള്ള സ്റ്റൈലാണ് പോളോസും കോട്ടോസപ്പ്, ഈവൻ സിബ പോളോസും കാർഡിഗൻസ് ഒരു ജാക്കറ്റ് പോലെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ വെതറിന് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ സ്മാർട്ട് കാഷ്വൽ രീതിയിലുള്ള ഡ്രസ്സിംഗ് ആണ്, കുറച്ചുകൂടി ജെന്റിൽമെൻ ക്ലാസി രീതിയിലുള്ള ഡ്രസ്സിംഗ് ആണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഓപ്ഷനാണ് ഈ പോളോസും കോട്ടോസിപ്സ്, ഈവൻ സിബ പോളോസും. ഞാൻ റീസെൻ്റ് ആയിട്ട് വെസ്റ്റ് സൈഡിൽ പോയപ്പോൾ എസ്കോട്ടിൻ്റെ സൈഡിൽ പോളോസ് കണ്ടായിരുന്നു, അതും സിബ പോളോസ് ആയിരുന്നു. ആൻഡ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് പീസസ് ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം റേറ്റ് അണ്ടർ 1000 ആണ് നടക്കുന്നത്. ആൻഡ് ഓൾസോ ടെക്സ്ചർ ഉള്ള ടൈപ്പ് ആയിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാൻ. ഇപ്പോൾ കൊല്ലത്തുള്ള വെബ്സൈറ്റിലാണ് ഞാൻ കണ്ടത്, എല്ലായിടത്തും കാണുമെന്ന് അറിയില്ല. അവർ വെബ്സൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടും. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എല്ലാ പറഞ്ഞ
പറഞ്ഞ പ്രോഡക്ട്സും കുറച്ച് ടാഗ് ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് വൺ ഇച്ചിരി കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് രീതിയിൽ നിൽക്കുന്ന നമ്മൾ സാധാ രീതിയിലുള്ള പാറ്റേൺസും ചെക്സ് ഒക്കെ ഉള്ള ഷർട്ട് അവോയ്ഡ് ആക്കിയിട്ട് ഈ ചെറിയ രീതിയിൽ ഡീറ്റെയിലിംഗ് വരുന്ന ഷർട്ടുകൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഞാൻ റീസെൻ്റ് ആയിട്ട് മാക്സിൽ പോയപ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ട് മേടിച്ചൊരു ഷർട്ടാണ്. ഇതിൻ്റെ ഈ ഔട്ട്ഫിറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിലായിരിക്കും വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. സോ മേക്ക് ഷുവർ യു ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം. അടുത്തത് ഓൾഡ് മണി സ്റ്റൈൽ. ഇപ്പോൾ സ്ലോ ഫാഷൻ രീതിയിലുള്ള ട്രെൻഡുകൾ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ഓൾഡ് മണി സ്റ്റൈൽ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇതൊരു ട്രെൻഡായിട്ട് എല്ലാവരും കാണുന്നുണ്ട്, പക്ഷേ ആക്ച്വലി ഇറ്റ്സ് നോട്ട് എ ട്രെൻഡ്, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ലൈഫ് സ്റ്റൈൽ. നിങ്ങൾ ഇച്ചിരി സിമ്പിളായിട്ട് കീപ്പ് ചെയ്യുക, ആ കളേഴ്സ് മാച്ച് ചെയ്യുക, ആ രീതിയിലുള്ള ഫിറ്റിംഗ് കീപ്പ് ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഓവർബോർഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ആൻഡ് ഈ ഒരു വേ ഓഫ് സ്റ്റൈലിംഗ് കാണുമ്പോൾ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി ആൾക്കാർക്ക് മനസ്സിലാവും. ഞാൻ ഉദ്ദേശിക്കുന്നത് വെൽ ഫിറ്റഡ് ആയിട്ടുള്ള ക്ലോത്ത്സ് ആണ് ഉദ്ദേശിക്കുന്നത്, അല്ലാണ്ട് ബാക്ക് രീതിയിലുള്ള ട്രൗസേഴ്സ് ഒക്കെ ഇട്ടിട്ട് ഓൾഡ് മണി എന്ന് പറഞ്ഞ് നടക്കുന്ന രീതിയിലുള്ള ട്രെൻഡ് അല്ല ഉദ്ദേശിക്കുന്നത്. ആക്ച്വൽ ഓൾഡ് മണിയാണ് ഞാൻ പറയുന്നത്. അടുത്തത് ഫുഡ് വേസ്റ്റ് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഭയങ്കര രീതിയിൽ കണ്ടുവരുന്ന 3 ലോഫേഴ്സ് ആണ്. ലോഫേഴ്സിൽ ഫസ്റ്റ് വൺ സ്വീഡ് ലോഫേഴ്സ്. ഓൾഡ് മണി സ്റ്റൈൽ ട്രൈ ചെയ്യുന്നവർക്ക്, കുറച്ച് കാഷ്വൽ ടച്ച് രീതിയിലുള്ള ഡ്രസ്സിംഗ് ട്രൈ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് സ്വീഡ് ലോഫേഴ്സ് യൂസും അല്ലെങ്കിൽ യാട്ട് ലോഫേഴ്സ് എന്നും പറയും. രണ്ടാമത്തെ ഓപ്ഷൻ പെനി ലോഫേഴ്സ്. നിങ്ങൾക്ക് ചെറിയ രീതിയിൽ സെമി ഫോമലായിട്ട് കീപ്പ് ചെയ്യാം. ഫോമൽസിനും ട്രൈ ചെയ്യുന്നവരുണ്ട്, പക്ഷേ എന്നാൽ പോലും കാഷ്വൽ ആയിട്ടും വൺ ഓഫ് ദി ബെസ്റ്റ് ലോഫേഴ്സിലെ ബെസ്റ്റ് ഓപ്ഷൻ പെനി ലോഫേഴ്സ് ആണ്. മൂന്നാമത്തെ പെനി ലോഫേഴ്സ് തന്നെ ആയിരിക്കാം, പക്ഷെ കുറച്ചുകൂടി ചങ്കി ആയിട്ടുള്ള ലോഫേഴ്സ്. ലോഫേഴ്സിൽ തന്നെ കുറച്ച് തിക്കായിട്ടുള്ള ചങ്കി ആയിട്ടുള്ള ഹീൽസ് ഉള്ള ലോഫേഴ്സ് ആണ് ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നത്. ഇത് 3 നല്ല ഓപ്ഷനാണ്, പക്ഷെ മൂന്നാമത് പറഞ്ഞത് എല്ലാവർക്കും പുൾ ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, നൈസാണ്. ആൻഡ് ഫൈനലി 10ാമത്തെ ജെൻസി പിള്ളേർക്ക് ന്യൂജൻ പിള്ളേർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് വിൻറ്റേജ് റെട്രോ സ്റ്റൈൽ. ഇപ്പം റെട്രോ രീതിയിലുള്ള സ്നീക്കേഴ്സ് അതൊക്കെ ഭയങ്കര ഹൈപ്പിലാണ്. ഓൾസോ ഒട്ടുമിക്ക കോളേജ് സ്റ്റുഡൻസ് ഒക്കെ ജേഴ്സീസ് ഒക്കെ ഇട്ടാണ് കോളേജിൽ പോകുന്നത്, സ്കൂളിൽ പോകുന്നതൊക്കെ. ആൻഡ് കൂടി നമ്മൾ കേരളത്തിൽ തന്നെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വരുവാണ്. ഞാൻ യൂഷ്വലി അങ്ങനത്തെ സ്റ്റൈലൊന്നും നോക്കാത്ത ഒരാളാണ്, പക്ഷേ നിങ്ങൾക്കത് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. നോട്ട് മൈ സ്റ്റൈൽ. എനിക്ക് കുറച്ച് ക്ലാസ്സിയുടെ ഡ്രസ് ചെയ്യുന്ന സൈഡിലോട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഒരു വിൻറ്റേജ് രീതിയിലുള്ള വാച്ചസ് ആണെങ്കിലും ഡ്രസ്സുകളാണെങ്കിലും സ്നീക്കേഴ്സ് ആണെങ്കിലും ആ രീതിയിലുള്ള ഔട്ട്ഫിറ്റും ഡ്രസ്സിങ്ങും. ഓക്കെ, ഇനി അനൗൺസ്മെന്റ് എന്താണെന്ന് പറയാം. 2 അനൗൺസ്മെന്റ് ആണുള്ളത്. ഫസ്റ്റ് വൺ, നമ്മൾ ഗിവ് അവേ കൊടുക്കുകയാണ്. 50K ഗിവ് അവേ ഇതൊരു കൊടുത്തിട്ടില്ല, കൊടുക്കാന്ന് പറഞ്ഞാൽ വാക്ക് പാലിക്കുന്നുണ്ട്. സോ നമ്മൾ ഫസ്റ്റ് ഒരു സ്നീക്കേഴ്സ് ആണ് കൊടുക്കുന്നത്. ഓൾസോ 4 പേർക്കും അതിന്റെ കൂടെ തന്നെ നമ്മുടെ തന്നെ ഒരു പെർഫ്യൂം ബ്രാൻഡിന്റെ പെർഫ്യൂംസും കൊടുക്കുകയാണ്. അതാണ് രണ്ടാമത്തെ അനൗൺസ്മെന്റ്. ഈ വരുന്ന വെള്ളിയാഴ്ച ഫെബ്രുവരി 14 നമ്മുടെ പെർഫ്യൂം ബ്രാൻഡ് ഓറം ലോഞ്ച് ചെയ്യുകയാണ്. സോ ടോട്ടൽ 5 പേർക്കാണ് ഗിവ് അവേ. ഒരു സ്നീക്കേഴ്സും ഓരോ പെർഫ്യൂം വീതം വെച്ച് 4 പേർക്കും 20 ml പെർഫ്യൂംസ് ആണ് കൊടുക്കുന്നത്. ആൻഡ് അതാണ് ഗിവ് അവേ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇതിന് റൂൾസ് ഉണ്ട്. 2 റൂൾസ് ആണുള്ളത്. ഒന്ന്, നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ജോയിൻ ചെയ്തിരിക്കണം. ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. കാരണം ബ്രോഡ്കാസ്റ്റ് ചാനലിലാണ് നമ്മൾ ഇതൊക്കെ അനൗൺസ് ചെയ്യുന്നത്, വിന്നേഴ്സിനെയൊക്കെ അനൗൺസ് ചെയ്യുന്നത്. ആൻഡ് രണ്ടാമത്തെ റൂള്, നമ്മുടെ പെർഫ്യൂംസിന്റെ പേജ് ഫോളോ ചെയ്തിരിക്കണം. ഫോളോവേഴ്സ് ലിസ്റ്റിൽ നിന്നാണ് നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. അതായത് ഓറം പെർഫ്യൂംസിന്റെ പേജിൽ നിന്നുള്ള ഫോളോവേഴ്സിൽ നിന്നാണ് വിന്നേഴ്സിനെ ചൂസ് ചെയ്യുന്നത്. 5 പേരെയാണ് ചൂസ് ചെയ്യുന്നത്. സോ ഓഫ് കോഴ്സ് നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. ആൻഡ് വിന്നേഴ്സ് ആരാന്നൊക്കെ ഈ മന്ത് ലാസ്റ്റ് ആയിരിക്കും അനൗൺസ് ചെയ്യുന്നത്. അതുവരെ നമുക്ക് ടൈം ഉണ്ട്. അനൗൺസ്മെന്റ് ഡേറ്റ് പറയും. ആ ഡേറ്റിന് തൊട്ട് മുമ്പത്തെ ഡേറ്റ് വരെ നിങ്ങൾക്ക് അവസരങ്ങളുണ്ട്. സോ ഞങ്ങളുടെ ബ്രോഡ്കാസ്റ്റ് ചാനലിലെയും പെർഫ്യൂം പേജിന്റെയും ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, കമന്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്. ആൻഡ് ബെസ്റ്റ് ഓഫ് ലക്ക്. സോ ഇന്നത്തെ വീഡിയോ എത്തിയുള്ള നമുക്ക് അടുത്ത വീഡിയോ പിന്നെ കാണാം. ബൈ.